ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് തിരക്കഥയാണ്. തിരക്കഥ എഴുതുമ്പോൾ പ്രേക്ഷകരെ എങ്ങനെ പിടിച്ചിരുത്താം എന്നതിലാണ് ഒരു എഴുത്തുകാരൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനായി ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ക്രീൻ റൈറ്റിംഗ് റൂളാണ് ടൈം ബോംബ് മെത്തേഡ്. ഈ റൂൾ അനുസരിച്ച് അവസാനത്തെ പൊട്ടിത്തെറിയിലല്ല, മറിച്ച് റിമോട്ട് അമർത്തി പൊട്ടിത്തെറിക്കുന്നത് വരെയുള്ള സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെയാണ് റൈറ്റർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരു ടൈം ബോംബ് ഓൺ ചെയ്യുന്നത് പോലെ പ്രധാന കഥാപാത്രങ്ങളെ അപായം നിറഞ്ഞ സന്ദർഭത്തിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്നും അവരുടെ ലൈഫിനെ കൂടുതൽ ഹാർഡാക്കി മാറ്റുക. അതുമൂലം കഥാപാത്രം എങ്ങനെയായിരിക്കും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, അടുത്തത് എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് പ്രേക്ഷകനെ കൊണ്ട് ചിന്തിക്കാനാകും. അത് സിനിമയിൽ അദ്ദേഹത്തെ കൂടുതൽ എൻഗേജിങ് ആക്കാനും കഴിയും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആക്ഷനാണ് ജോണർ. അപ്പോൾ തിരക്കഥയിലേക്ക് പോവാം. സിറ്റി ഹോസ്പിറ്റലിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ടിൽ നിന്നുമാണ് തിരക്കഥ ആരംഭിക്കുന്നത്. രാത്രിയാണ് സമയം. നഗരം തിരക്കിലാണ്. നഗരത്തിലെ ഏറ്റവും വലിയ സിറ്റി ഹോസ്പിറ്റലിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഇൻറ്റീരിയർ ഷോട്ടിലോട്ട് പോവാണ്. ICU വാർഡാണ് കാണിക്കുന്നത്. ICUവിൽ ഒരാൾ അവശ നിലയിൽ കിടക്കുന്നുണ്ട്. അയാളാണ് ശേഖർ. നല്ല പ്രായമുള്ള വ്യക്തിയാണ്. മണിക്കൂറുകൾ നീണ്ടു നിന്ന മയക്കത്തിൽ നിന്നെന്ന പോലെ അയാൾ മെല്ലെ കണ്ണുകൾ തുറന്നു. അകത്താരുമില്ല. പെട്ടെന്ന് ആരൊക്കെയോ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നതിൻ്റെയും മുഴുവനും തല്ലി തകർക്കുന്നതിൻ്റെയും ഒപ്പം ശേഖരെ ആക്രമിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ മിന്നിമറയുന്നു. അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന മട്ടിൽ അയാൾ മുഖം വെട്ടിച്ചു. അപ്പോൾ ICUവിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുകയാണ്. ICUയുടെ പുറത്ത് നടക്കുന്ന കാര്യം. അവിടെ ഒരാൾ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വലിയ വിൻഡോയോട് ചേർന്ന് പുറത്തേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. വെളിച്ചം അധികം വരാത്ത ഇരുണ്ട ഭാഗത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് മുഖം വ്യക്തമല്ല. അപ്പോൾ ഡോക്ടർ ICUവിൽ നിന്ന് വെളിയിലേക്ക് വന്നു. എന്നിട്ട് ഡോക്ടർ പറയാണ്, "എക്സ്ക്യൂസ് മീ, നിങ്ങളാണോ ജാക്കി?" അത് കേട്ട് അയാൾ മുഖം തിരിക്കുന്നു. അപ്പോഴും മുഖം വ്യക്തമാക്കുന്നില്ല. മുഖം അവിടെ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുന്നു, "ശേഖർ ഇപ്പോൾ കോൺഷ്യസ് ആണ്. നിങ്ങളോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്." അത് കഴിഞ്ഞ് ICUവിൻ്റെ ഇൻറ്റീരിയർ ഷോട്ട് കാണിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബെഡിനരികിൽ അയാൾ ഇരിക്കുന്നുണ്ട്. അതായത് ആ വിസിറ്റർ. അപ്പോഴും മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. ശേഖർ അയാളെ നോക്കി അവശതയോടെ കിടക്കുകയാണ്. എന്നിട്ട് ശേഖർ പറയുന്നു ഒരല്പം നിരാശയോടെ, എത്തിയപ്പോൾ വൈകിപ്പോയല്ലേ? സാരമില്ല, നീ വരില്ലെന്നാണ് ഞാൻ കരുതിയത്." എന്നിട്ട് ശേഖർ മെല്ലെ അയാളുടെ കൈകളിൽ പിടിച്ചു. എന്നിട്ട് കുറച്ച് ഗൗരവത്തോടെ പറയുന്നു, "എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം." അപ്പോൾ ഹോസ്പിറ്റലിന് താഴെയുള്ള പാർക്കിംഗ് സ്പേസിൻ്റെ ഇൻറ്റീരിയർ ഷോട്ട് കാണിക്കുകയാണ്. അതേ സമയം തന്നെ അവിടെ 2-3 കാറുകൾ അവിടേക്ക് വരുന്നു. അതിലൊന്നിൽ നീരവ് എന്നൊരാൾ ഇരിക്കുന്നുണ്ട്. ആൾ ചെറുപ്പക്കാരനാണ്. അയാളാണ് അവരുടെ നേതാവ്. കാറുകൾ അവിടെ നിർത്തി 6-7 ഗുണ്ടകൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോയി. നീരവ് അവിടെ താഴെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ICUവിൻ്റെ സീനിലേക്ക് കണ്ടിന്യൂസ് ആവുന്നു. അവിടെ ശേഖറിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിരിക്കുകയാണ്. എന്നിട്ട് ശേഖർ ഇടറുന്ന സ്വരത്തോടെ പറയുന്നു, "എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ലേ?" അത് കേട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ "ഞാനത് ചെയ്യാം" എന്ന് വാക്ക് കൊടുക്കുന്ന മട്ടിൽ ശേഖറിൻ്റെ 2 കൈകളും കൊണ്ട് പിടിച്ചു. ശേഖറിൻ്റെ കയ്യിൽ 2 കൈകളും കൊണ്ട് പിടിച്ചു. അതായത് ഇവിടെ എന്തോ അയാൾ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റിവീൽ ചെയ്തിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ സമയം കൊണ്ട്. അപ്പോൾ ICUവിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ഗുണ്ടകൾ തോക്കെടുത്ത് ലോഡ് ചെയ്ത് അതുവഴി വേഗത്തിൽ വന്ന് ICUവിലേക്ക് കയറി. മുന്നിലെ കാഴ്ച കണ്ടവർ നിശ്ചലരായി നിന്നു. മുന്നിൽ ശേഖർ മരിച്ചു കിടക്കുകയാണ്. പില്ലോ മുഖത്തിൻ്റെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. ആരോ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന് വ്യക്തം. ഹൃദയമിടിപ്പ് നിലച്ചതിൻ്റെ സിഗ്നൽ കാണിക്കുന്നുമുണ്ട്. അവർ വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അതിലൊരാൾ ഫോണെടുത്ത് നീരവിനെ വിളിച്ചു. എന്നിട്ട് പറയാണ്, "ഹീസ് ഡെഡ്." അപ്പോൾ പാർക്കിംഗ് സ്പേസ് കാണിക്കുന്നു. പാർക്കിംഗ് സ്പേസിൽ കാറിനുള്ളിൽ നീരവ് ഇരിക്കുകയാണ്. നീരവ് ഫോൺ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, "ബാഡ് ടൈമിങ്." എന്നിട്ട് നീരവ് കോള് കട്ട് ചെയ്തു. അപ്പോൾ ഗുണ്ടകൾ അത് കഴിഞ്ഞ് വന്ന് ലിഫ്റ്റിൽ പാർക്കിംഗ് ഫ്ലോറിൻ്റെ ബട്ടൺ അമർത്തി. അപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ലിഫ്റ്റ് വന്ന് തുറന്നു. ഉള്ളിൽ ജാക്കി നിൽക്കുന്നുണ്ട്. മുഖം താഴ്ത്തിയാണ് അയാൾ നിൽക്കുന്നത്. ഗുണ്ടകളെല്ലാം അകത്തേക്ക് കയറി. അപ്പോൾ ലിഫ്റ്റ് അടഞ്ഞു. അപ്പോഴാണ് ഒരാൾ തോക്ക് അരയിലേക്ക് തിരികെ വയ്ക്കുന്നത്. ജാക്കി അത് കണ്ടു കാണും എന്ന് മനസ്സിലാക്കി മറ്റൊരു ഗുണ്ട ജാക്കിക്ക് നേരെ തിരിഞ്ഞു. എന്നിട്ട് അയാൾ പരിഹാസത്തോടെ പറയാണ്, "ഡേയ്, ചുറ്റും നോക്കണ്ടേ? ദേ സാറ് പേടിച്ചു." അത് കഴിയുമ്പോൾ ICUവിൻ്റെ ഒരു ഇൻറ്റീരിയർ ഷോട്ട് കാണിക്കുകയാണ്. ഗുണ്ടകൾ പോയെന്ന് മനസ്സിലാക്കിയ ശേഖർ കണ്ണു തുറന്നു. ഓക്സിജൻ മാസ്ക് തിരികെ വെച്ച് ശ്വാസമെടുത്തു. ഡോക്ടർ പില്ലോ നേരെ വെച്ച് കൊടുത്തു. ശേഖർ താങ്ക്സ് എന്ന മട്ടിൽ മെല്ലെ ഡോക്ടറുടെ നേർക്ക് തലയാട്ടി.
അതായത് ഈ ഡെത്ത് അവർ ഫേക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞാൽ ലിഫ്റ്റിൻ്റെ തന്നെ കണ്ടിന്യൂസ് സീൻ കാണിക്കുകയാണ്. ജാക്കി ഒന്നും മിണ്ടുന്നില്ല. ഗുണ്ടകളുടെ മുഖത്ത് ഒരു പരിഹാസച്ചിരിയാണ്. അതിലൊരു ഗുണ്ട തോക്കെടുത്ത് ജാക്കിയെ കാണിച്ചു. എന്നിട്ട് പറയുന്നു, ഇത് പൊട്ടില്ല, കാരണം ഒറിജിനലല്ല. അതുകൊണ്ട് സാറ് ഓടിപ്പോയി പോലീസിൽ പറയാനൊന്നും നിൽക്കണ്ട, പറഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും കേട്ടോ. അത് പറയുമ്പോൾ ജാക്കി മുഖമുയർത്തി അയാളെ നോക്കുന്നു. അപ്പോഴാണ് മുഖം വ്യക്തമാക്കുന്നത്, മുഖം റിവീൽ ചെയ്യുന്നത്. കൂട്ടത്തിലൊരു ഗുണ്ട മൊബൈലിൽ ജാക്കിയുടെ ഫോട്ടോ എടുക്കുന്നു. പെട്ടെന്ന് പാർക്കിംഗ് എത്തുന്നു, ലിഫ്റ്റ് തുറന്നു. അത് കഴിഞ്ഞ് പാർക്കിംഗ് സ്പേസ് ആണ് കാണിക്കുന്നത്, ഇൻറ്റീരിയർ ഷോട്ട്. അവർ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാറിനടുത്തേക്ക് നടന്നു, അതായത് നീരവിൻ്റെ കാറിനടുത്തേക്ക് നടന്നു. ജാക്കി ആണെങ്കിൽ അവിടെ നിന്ന് അയാളുടെ കാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി. അപ്പോൾ കാറിനകത്തിരിക്കുന്ന നീരവ് അതേ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകുന്ന ജാക്കിയെ കണ്ടു. നീരവും കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗുണ്ടകൾ അയാൾക്ക് അടുത്തേക്ക് വന്നു. അപ്പോൾ നീരവ് അവരോട് ചോദിക്കുകയാണ്, അയാൾ ആരാ? അപ്പോൾ ഗുണ്ട, ഏതോ ഒരുത്തൻ, അത് കാര്യമാക്കണ്ട, പേടിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവർ കാറിൽ കയറി. എന്നാൽ നീരവ് കാറിൽ കയറാതെ ആലോചിച്ച് നിൽക്കുകയാണ്. വൈകാതെ അയാളുടെ മുന്നിലൂടെ ഒരു ഹമ്മർ കാർ പാർക്കിങ്ങിൽ നിന്നും പുറത്തേക്ക് പോകാനായി മെല്ലെ വരുന്നു. അപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാതെ നീരവ് നടന്ന് ആ കാറിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. അപ്പോൾ കാർ അയാൾക്ക് മുന്നിൽ നിർത്തി. എന്നിട്ട് നീരവ് ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് നടന്നു ചെല്ലുകയാണ്. നീരവ് 1 മിനിറ്റ്. അപ്പോൾ ജാക്കി കാറിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നീരവ് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് നിന്ന് ആ സൈഡിലോട്ട് ഡോറിൽ കൈവച്ച് നിന്നു. എന്നിട്ട് പറയാണ്, വാട്ട്സ് യുവർ നെയിം? അപ്പോൾ ജാക്കി, ഫോർ വാട്ട്? അപ്പോൾ നീരവ്, ഷോ മി യുവർ ID. അപ്പോൾ ജാക്കി പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, പോലീസാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലോ. അപ്പോഴേക്കും കാറിൽ നിന്നും ഗുണ്ടകളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നീരവ് പറയുന്നു, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യിപ്പിക്കാതെ പറഞ്ഞ കേൾക്ക്. അപ്പോൾ ജാക്കി, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതുപോലെ ഞാൻ തിരിച്ചും ചോദിച്ചാൽ നിങ്ങൾ കാണിക്കോ ID? അപ്പോൾ നീരവ്, അതിനെന്താ, കാണണോ? എന്നിട്ട് നീരവ് ഒരു ഗണ്ണെടുത്ത് ജാക്കിയെ കാണിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദിസ് ഈസ് മൈ ID. എന്നിട്ട് ജാക്കിയുടെ നേർക്ക് ചൂണ്ടി. എന്നിട്ട് പറയാണ്, നൗ ഷോ മി യുവേഴ്സ് പ്ലീസ്. അതുകൊണ്ട് ഗുണ്ടകൾ തോക്കെടുത്ത് അവിടേക്ക് വരാനായി ഒരുങ്ങിയതും നീരവ് തിരിഞ്ഞ് ഗുണ്ടകളെ തടയാണ്. നോ നോ, നിങ്ങൾ ഇടപെടണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം, ഗോ ബാക്ക്. അത് കേട്ട് ഗുണ്ടകൾ പുറകിലോട്ട് പോയി. അവിടെ നിന്നും ജാക്കിയുടെ നേർക്ക് തിരിഞ്ഞതും ജാക്കി അകത്ത് നിന്ന് ഒരു തോക്കി കൊണ്ട് പിടിച്ചിരിക്കുകയാണ് ഈ നീരവിന് നേരെ. അതുകൊണ്ട് നീരവ് അനങ്ങാതെ നിന്നു. എന്നിട്ട് നീരവ് പറയുന്നു, ഓ ഹിയർ യു ആർ, സോ അവർ ഐഡൻറ്റിറ്റി ഈസ് സെയിം. അത് കേട്ട് ജാക്കി പറയാണ്, നോട്ട് എക്സാക്ട്ലി. നിങ്ങളുടെ കയ്യിലുള്ള പൊട്ടില്ല, പക്ഷേ ഇതങ്ങനെയല്ല, പൊട്ടും. സ്വന്തം ഡിസൈനാണ്, ഫുൾ ഓടും. ടെസ്റ്റ് ചെയ്യുന്നോ? അപ്പോൾ നീരവ്, റോങ് ഡിസിഷനായിപ്പോയി. ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ജാക്കി, തീർച്ചയായും, ഇത് ഹോസ്പിറ്റലല്ലേ, റെസ്റ്റോറൻ്റ് അല്ലല്ലോ. അപ്പോൾ നീരവൊന്നും മിണ്ടിയില്ല. അപ്പോൾ ജാക്കി പറയാണ്, യുനോ, ഇത്രയും ഫ്രണ്ട്സും കൂടെ ഉള്ളതല്ലേ, മോർച്ചറിയിൽ ഇത്രയും ബെഡ് ഫ്രീ ഉണ്ടാവില്ല, പോയിക്കോ. അപ്പോൾ നീരവ് തോക്ക് തിരികെ വെച്ച് പുറകോട്ട് ചൂട് വെച്ചു. എന്നിട്ട് ഉറക്കെ ജാക്കിയുടെ നേർക്ക് പറയാണ്, യു ഹേർട്ട് മൈ ഈഗോ. അപ്പോൾ ജാക്കി, സ്റ്റിൽ ബെറ്റർ ദാൻ ഹർട്ടിങ് യുവർ ഹെഡ്. അത് പറഞ്ഞുകൊണ്ട് ജാക്കി അവിടെ നിന്നും വേഗത്തിൽ കാർ ഓടിച്ചു പോയി. നീരവ് അത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള ഗുണ്ടകൾ അടുത്തേക്ക് വന്നു. അപ്പോൾ നീരവ്, CCTV വിഷ്വൽസ് ചെക്ക് ചെയ്യേ, ആ മുഖം എനിക്ക് വ്യക്തമായിട്ട് കിട്ടണം. അപ്പോൾ കൂടെയുള്ള ഒരാൾ അവൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് കേട്ട് നീരവ് അത്ഭുതത്തോടെ അയാളെ നോക്കി. അപ്പോൾ കൂടെയുള്ള അയാൾ ഫോണിൽ മുമ്പെടുത്ത ഫോട്ടോ നീരവിന് നേർക്ക് നീട്ടി. നീരവ് അത് വാങ്ങി ഫോട്ടോയിലേക്ക് നോക്കി. അപ്പോൾ ആ കൂടെയുള്ള ആൾ പറയാണ്, ഐ തോട്ട് ഹീസ് ജസ്റ്റ് എ നോബഡി. അപ്പോൾ നീരവ് ജാക്കിയുടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഹീസ് നോട്ട് എ നോബഡി, ഹീസ് സംബഡി എന്നുള്ള ഒരു ഭാവമാണ് ഈ നീരവിൻ്റെ മുഖത്തുള്ളത്. തന്നെ ആക്ഷേപിച്ചതിന് പകരം ചോദിക്കണം എന്ന രോക്ഷം ആ മുഖത്തുണ്ട്. അയാൾ ഞാൻ നിന്നെ എടുത്തോളാം എന്ന മട്ടിൽ പുഞ്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് തിരക്കഥ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ഒരു തിരക്കഥ എൻഗേജിങ് ആക്കാം, പ്രേക്ഷകരെ പിടിച്ചിരുത്താം എന്ന് വളരെ ചുരുങ്ങിയ പേജുകൾക്കുള്ളിൽ, വളരെ ചുരുങ്ങിയ സീനുകൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു തിരക്കഥയുമായി വീണ്ടും വരാം.